ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ തേർഡ് ചാപ്റ്ററിലെ തേർഡ് ടോപ്പിക് ഫോം. ഷേപ്പിൻ്റെ 3D ഓൾട്ടർനേറ്റീവാണ് ഫോം. ഷേപ്പിന് ഹൈറ്റും വിഡ്ത്തും മാത്രമുള്ളൂവെങ്കിൽ ഫോമിന് ഹൈറ്റും വിഡ്ത്തും ഡെപ്തും ഉണ്ട്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെപ്തിൻ്റെ ഒരു ഇല്യൂഷൻ ഇത് ക്രിയേറ്റ് ചെയ്യും. ലൈറ്റും ഡാർക്ക്നെസ്സും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സർക്കിൾ എന്ന ഷേപ്പിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതിൽ ആദ്യത്തെ പടം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സർക്കിളാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു സർഫസിൽ ഒരു കട്ടൗട്ട്, അതായത് ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വച്ചേക്കണ പോലെയാണ്. താഴത്തേക്ക് അതിനൊരു ഡെപ്ത് ഉണ്ട്. അത്രയും ഭാഗത്തെ ആ പേപ്പർ കട്ട് ചെയ്ത പോലെ ഒരു ഷാഡോ അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ വേറെ ഒരു സർഫസാണ് വരുന്നത്. അതായത് ഒരു കുഴി പോലെ നമുക്കവിടെ തോന്നിക്കും. ഇനി മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പിയറാണ്, അതായത് ഒരു ബോൾ പോലെ. അതായത് അതിൻ്റെ ഒരു 3D ഷേപ്പ് നമ്മൾ ആ ലൈറ്റും ഷാഡോയും യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കംപ്ലീറ്റ് സ്പിയറിൻ്റെ ഒരു ഫീല് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫോമും, അതായത് ഏതൊരു 3D ഒബ്ജക്റ്റും ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യും. അതായത് വെളിച്ചമുണ്ടെങ്കിൽ എന്തായാലും ഒരു ഷാഡോ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിൽ പറഞ്ഞ ഷാഡോ അവിടെ കാണിച്ചിട്ടില്ല. അതുകൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു സ്പിയർ പോലെ തന്നെ, അതായത് ഒരു ബോൾ പോലെ തന്നെ നമുക്കത് തോന്നിയേനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാലാമത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫില്ലായിട്ടുള്ള പൈപ്പ് പോലെയാണ്, അതായത് നമ്മുടെ PVC പൈപ്പൊക്കെ പോലെ. ഇതെല്ലാം തന്നെ സർക്കിൾ എന്ന് പറഞ്ഞ ഷേപ്പിൻ്റെ മൾട്ടിപ്പിൾ ഫോംസ് ആണ്. ഫിസിക്കലി മൂന്നാമതൊരു ഡയമെൻഷൻ ഇല്ലെങ്കിലും പേഴ്സ്പെക്റ്റീവിൻ്റെയും ഷാഡോയുടെയും സഹായത്തോടു കൂടി ഇത് ബേസിൽ നിന്നും എത്ര ഹൈറ്റിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതും ഫോമിൻ്റെ ഒരു ഭാഗമാണ്. ഷേപ്പിലുള്ളതുപോലെ തന്നെ ഫോമിലും ജിയോമെട്രിക്കും നാച്ചുറലുമുണ്ട്. അതായത് അളവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആക്യുറസിയോട് കൂടി നിർമ്മിക്കുന്ന ഫോംസ് ജിയോമെട്രിക്കൽ ഫോംസും, അതേപോലെ റാൻഡമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫോമുകൾ ഓർഗാനിക് ഫോമും ആയിരിക്കും. മിക്ക വിഷ്വൽ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനും പരസ്പരം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ലൈനും ഷേപ്പും ഫോമും. ഒന്നോ അതിലധികമോ ലൈൻസ് കൂടിച്ചേരുമ്പോഴാണ് ഒരു ഷേപ്പ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒന്നിലധികം ഷേപ്പ് കൂടി ചേരുമ്പോഴാണ് ഒരു ഫോം ഉണ്ടാകുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മിക്ക എലമെൻസും ബാക്കി എലമെൻസുമായിട്ട് പല രീതിയിൽ കണക്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. എലമെൻറ്റുകളുടെ ലെവൽ മനസ്സിലാക്കാനും അതിലൂടെ ഹൈറാർക്കിയെ പറ്റി ഒരു ഐഡിയ തരാനും ഫോം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മളുടെ സാമ്പിൾ വർക്കിൽ ഫോമിൻ്റെ യൂസേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഇതിൽ ഫോം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിലുള്ള ഈ ഒരു സ്റ്റിക്കർ, ഇത് ബേസിക്കലി ഒരു റൗണ്ട് ഷേപ്പാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് അത് മറ്റേ പോർഷൻ്റെ മുകളിൽ മിറർ ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ട് ഇത് ആക്ച്വലി ഒരു സ്റ്റിക്കർ മടങ്ങിയിരിക്കുന്ന ഒരു ഫീല് നമുക്കവിടെ തരുന്നുണ്ട്. ഇത് ഫോമിൻ്റെ ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ താഴത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഡേറ്റ് എഴുതിയിരിക്കുന്ന ബോക്സ് ഇത് ആക്ച്വലി ഒരു ഷേപ്പല്ല, അതിനു പകരം ഒരു ഫോമാണ്. അതിനൊരു 3D സ്ട്രക്ചർ അവിടെ ഉള്ളതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അത് കുറച്ചൊന്ന് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഇപ്പുറത്തെ സൈഡിൽ ക്രിസ്മസ് ഈസ് ഹിയർ എന്നുള്ളിടത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് അവിടെ എംബോസ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ടെക്സ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോണ്ടിൽ നിന്നും അതിന് നല്ല വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളതൊക്കെ 2 ഡയമെൻഷണൽ ആണെങ്കിൽ ഇതൊരു 3 ഡയമെൻഷണൽ ഫീൽ അവിടെ നമുക്ക് തരുന്നുണ്ട്. സോ ഇതും ഫോമിനുള്ളൊരു എക്സാമ്പിളാണ്. ഇതൊരു ന്യൂസ് പേപ്പർ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഫോംസിൻ്റെ യൂസേജ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും അതേപോലെ ഇൻഫർമേഷൻസ് പ്ലേസ് ചെയ്യാനായിട്ടും നമ്മൾ ധാരാളം ഫോംസ് യൂസ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ തേർഡ് വിഷ്വൽ എലമെൻ്റ് ആയിട്ടുള്ള ഫോം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിഷ്വൽ എലമെൻറ്റ്സിലൊന്നായ കളറിനെ പറ്റിയാണ്.